ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ദിവസം അവസാനിക്കുന്ന ഈ സമയം ദൈവസന്നിധിയിലായിരിക്കാൻ അവസരം ലഭിച്ച ഈ മനോഹരമായ നിമിഷങ്ങൾക്ക് വേണ്ടി കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഇന്നത്തെ ദിവസം നമ്മിൽ പലർക്കും പലവിധമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ചിലത് സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ, ചിലത് വേദനയുടെയും ദുഃഖത്തിൻ്റെയും അനുഭവങ്ങൾ. ഈ സമയം ഇന്ന് നമുക്കുണ്ടായ എല്ലാ വികാര വിചാരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ചിലർക്ക് തോന്നാം, ഇത്രയധികം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ഇരിക്കുമ്പോൾ എങ്ങനെ എനിക്ക് കർത്താവിന് നന്ദി പറയാൻ സാധിക്കും? കടബാധ്യത കൊടുത്തു തീർക്കാൻ സാധിച്ചിട്ടില്ല, രോഗം കാരണം സന്തോഷത്തിന് വകയില്ല, സാമ്പത്തിക ദുരവസ്ഥ, ജോലിക്ക് വേണ്ടി പോയിട്ട് ഒന്നുമായില്ല, വിസയുടെ കാര്യങ്ങൾ ഒന്നും ശരിയായില്ല, ഇന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പോയ കാര്യങ്ങൾ ഒന്നും കിട്ടിയില്ല, ലോണിൻ്റെ കാര്യങ്ങളൊന്നും ശരിയായില്ല, പണം തരാമെന്ന് പറഞ്ഞവർ അവസാന സമയത്ത് കാലുമാറി. ഇന്ന് കുടുംബത്തിലാകെ പ്രശ്നങ്ങളും കലഹവുമായിരുന്നു. ഇന്ന് മക്കൾക്ക് വന്ന ചില വിവാഹ ആലോചനകൾ മുടങ്ങിപ്പോയി. ആശുപത്രിയിൽ ടെസ്റ്റിനു വേണ്ടി പോയി വളരെയധികം ദുഃഖിപ്പിക്കുന്ന വാർത്തയുമായി തിരികെ പോരേണ്ടി വന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങൾ എനിക്കുള്ളപ്പോൾ എങ്ങനെയാണ് ഞാൻ ദൈവത്തിന് നന്ദിയും സ്തുതിയും പറയുന്നത്? പലരും ചിന്തിക്കുന്നത്, ഇന്ന് ഇത് അവസാനത്തെ പ്രാർത്ഥനയാണ്, ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്നും നടക്കുന്നില്ല, ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഒന്നും ശരിയാകുന്നില്ല, ഇനി ഇതെല്ലാം അവസാനിപ്പിക്കാൻ പോകുവാണ് എന്ന് കരുതി പലരും എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ ചിന്തിച്ച് മനസ്സ് മടുക്കരുത്. എല്ലാ വിഷമങ്ങളും, എല്ലാ ചിന്തകളും, പ്രയാസങ്ങളും ഒരു നിമിഷത്തേക്ക് മാറ്റിവെച്ച് കർത്താവ് ഇപ്പോൾ നൽകുന്ന പുതിയ പ്രത്യാശ കൊണ്ട് കർത്താവിലേക്ക് നമ്മുടെ മനസ്സും ഹൃദയവും ഉയർത്താം. എല്ലാം മറന്ന് ദൈവത്തിലേക്ക് നോക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസവും പ്രത്യാശയുമുണ്ട്. ഈ വിശ്വാസവും പ്രത്യാശയും നിങ്ങളെ തകർക്കുകയില്ല, ഒരിക്കലും നിങ്ങളെ നിരാശരാക്കില്ല. കൃപയ്ക്കുമേൽ കൃപ നൽകുന്ന ദൈവത്തിൻ്റെ മുന്നിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ഈ കൃപ ഒരിക്കലും നഷ്ടമാകില്ല. ഇനി എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും, എത്രയധികം പ്രയാസങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ സ്തുതിക്കുക. ഉറക്കെ സ്തുതിക്കാൻ തോന്നുന്നുവെങ്കിൽ ഉറക്കെ സ്തുതിക്കുക. കരഞ്ഞുകൊണ്ട് സ്തുതിക്കാൻ തോന്നുന്നുവെങ്കിൽ കരഞ്ഞുകൊണ്ട് സ്തുതിക്കുക. ഈ രാത്രി എല്ലാ മാലാഖമാരും വിശുദ്ധരും പരിശുദ്ധ അമ്മയും ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളായിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മുന്നിലാണ്. യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നുണ്ട്. ഈ പിതാവായ ദൈവത്തിൻ്റെ മുന്നിലാണ് നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്നത്. അവിടുന്നാണ് ആബാ പിതാവ്. അവിടുന്നാണ് നിങ്ങളെ സൃഷ്ടിച്ച സ്രഷ്ടാവായ ദൈവം. നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ ഒരുപക്ഷെ നിങ്ങളെ ഉപേക്ഷിച്ച് കടന്നു പോയിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. സകല സൃഷ്ടികളുടെയും പിതാവാണ് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ആയിരിക്കുന്നത്. മനസ്സു തുറന്ന് അവിടുത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിക്കുക. അവിടുന്ന് എന്നോട് വിശ്വസ്തത കാണിക്കും എന്ന് വിശ്വസിച്ച്
ഏറ്റുപറയുക. അതിനാൽ അവനിൽ ഈ രാത്രി വിശ്വസിക്കുക, പ്രത്യാശ അർപ്പിക്കുക, ആനന്ദിക്കുക. അവിടുന്ന് നിന്റെ പ്രതീക്ഷകളെ ഒരിക്കലും തകർക്കുകയില്ല. വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ രാത്രിയിൽ നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച്, നിന്നിൽ പ്രത്യാശ അർപ്പിച്ച്, നിന്നിൽ ആനന്ദം കാണുന്ന ഈ മക്കളുടെ മേൽ നീ കരുണയോടെ വീക്ഷിക്കണമേ. എല്ലാ പ്രതിസന്ധികളുടെയും നടുവിലാണ് ഇപ്പോൾ ഇവർ ആയിരിക്കുന്നത്. കർത്താവേ, ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, രോഗം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ കലഹങ്ങൾ, മനസ്സിനെ തളർത്തുന്ന ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലാണ് നിന്റെ മക്കളായ ഇവർ ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നത്. കർത്താവേ, നിന്റെ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ കൃപയ്ക്കുമേൽ കൃപ അയച്ച് ഇവരുടെ പ്രതീക്ഷകളെ നീ കാത്തുകൊള്ളണമേ. ഇവർ നിന്നിൽ വിശ്വസിക്കാനും പ്രത്യാശ അർപ്പിക്കുവാനും ആനന്ദിക്കുവാനും ഇന്നീ രാത്രിയിൽ ഇവർക്ക് കൃപ കൊടുക്കണമേ. കർത്താവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന നിങ്ങൾ ഇപ്പോൾ അവനിൽ വിശ്വസിക്കുന്നു, പ്രത്യാശ അർപ്പിക്കുന്നു, ആനന്ദിക്കുന്നു എന്ന് ഏറ്റുപറയുക. അവിടുത്തെ സ്തുതിച്ച് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടുന്ന് നിങ്ങളുടെ എല്ലാ വ്യഥകളെയും കാണുന്നുണ്ട്. നിങ്ങളെ മക്കളായി കരുതുന്ന, നിങ്ങളെ സ്വന്തം മകനായി മകളായി നോക്കിക്കാണുന്ന കർത്താവ് ഇപ്പോൾ നിന്റെ ഹൃദയത്തിൽ അവിടുത്തെ ആനന്ദം കൊണ്ടും ആശ്വാസം കൊണ്ടും നിറയ്ക്കുന്നു. മകനെ, മകളെ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്റെ പിതാവായ ദൈവമാണ്. ഞാൻ നിന്റെ കർത്താവായ ദൈവമാണ്. ഞാൻ നിന്നെ വഴി നടത്തും. എന്നിൽ പ്രതീക്ഷ അർപ്പിച്ച ആരെയും, എന്നിൽ വിശ്വാസമർപ്പിച്ച ആരെയും ഇന്ന് വരെ ഞാൻ പരാജയപ്പെടുത്തിയിട്ടില്ല. അവരാരും ലജ്ജിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ തന്നെ കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യും. നാളത്തെ ദിവസം വൻ കൃപകൾ കർത്താവ് നിന്നിലേക്ക് ഒഴുക്കുന്ന ദിവസമാകും. ഒത്തിരി പ്രതീക്ഷകൾക്ക് സാന്ത്വനം ലഭിക്കുന്ന ദിവസമാകും. ഈ രാത്രിയിൽ എല്ലാ ഭയവും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് സുഖമായി ഉറങ്ങുന്നതിന് കർത്താവ് ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുന്ന നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ അനേകരുടെ ജീവിതം കർത്താവ് മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നു. വൻ കാര്യങ്ങൾ കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാൽ നിങ്ങൾ വചനം കേൾക്കുന്നതോടൊപ്പം ഇത് മറ്റുള്ള വ്യക്തികൾക്കും സമൂഹത്തിനും അയച്ചു കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഓരോ ദിവസവും നിങ്ങൾ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് കർത്താവ് ഭംഗം വരുത്തുകയില്ല. അവിടുന്ന് നിന്റെ പ്രതീക്ഷയ്ക്കും അപ്പുറമായി നിന്നെ ഉയർത്തുന്ന കർത്താവാണ്. അതിനാൽ ഈ രാത്രിയിൽ എല്ലാ ഭാരപ്രയാസങ്ങളും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നന്ദിയോടെ ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ കിടന്നുറങ്ങാം. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ കർത്താവ് നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളും.
ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നിനക്ക് ആശ്വാസം നൽകി, സൗഖ്യം നൽകി, സുഖമായ നിദ്ര നൽകി ഈ രാത്രിയിൽ നിന്നെ സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ആയിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന മറ്റ് പലരിലേക്കും ഇത് ഈ രാത്രി തന്നെ അയച്ചു കൊടുക്കണം. തീർച്ചയായും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കും. ആമേൻ. ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.